ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഉപ്പും വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഇതിനകത്ത് കൂട്ടണ്ട, അത് എല്ലാത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ, കോമൺ അല്ലേ. അപ്പൊ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്: സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 3 മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 3/4 കിലോ ചിക്കൻ കാണും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ വേണ്ടത് ഉപ്പും, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് മാത്രം മതി. പിന്നെ വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവൂ, ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിന് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത്രയും മാത്രം ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കുഴിഞ്ഞ ഒരു പാനാണ്, ഒരു സോസ് പാൻ പോലത്തെ ഒരു പാത്രമാണിത്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇട്ടു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഈ ചില്ലി ഫ്ലേക്സ് നമുക്ക് എരിവിന്റെ ഒക്കെ അനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒത്തിരി വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്നും നമുക്ക് പണിയില്ല അധികം. ഇനി ഒരു അടപ്പും കൊണ്ട് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഇതാണ്ടേ, കണ്ടോ, ഇതിനകത്ത് മൊത്തം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളിയുടെയും ചിക്കനിൽ നിന്നും ഒക്കെ ശരിക്കും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മതി ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഒന്നുകൂടെ ഒന്ന് വേകണം. അപ്പം നമ്മളിതിൻ്റെ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേറെ പണിയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണമല്ലോ. ഇപ്പം ഈ ചിക്കൻ്റെ ഈ വെള്ളമൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഇതങ്ങ് വേഗം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് വറ്റണം. ഈ വെള്ളം എല്ലാം വറ്റി ഇത് വരണ്ട് വരണം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ആ വെള്ളം എല്ലാം നന്നായിട്ടങ്ങ് വറ്റി. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഞാൻ നമ്മൾ ഒഴിച്ചിരുന്ന എണ്ണ മാത്രമേ ഉള്ളൂ. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ കുറച്ചുകൂടെ വരട്ടിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നേരം ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇത്രയും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വരട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി, ലോ ഫ്ലെയിമിൽ. അടപ്പൊന്നും അടയ്ക്കണ്ട. എനിക്ക് പക്ഷേ ഇത്രയും മതി. ഈ പരുവത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവാണ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് വേറെ മസാലയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇത് എങ്ങനെ ആയിരിക്കും എന്ന്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ, ഈവൻ ചോറിൻ്റെ കൂടെയും ബെസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.